ഹലോ നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ഉള്ളവരെല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അല്ലേ. കാരണം എന്താന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ കാലത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ എക്സാം നടത്തി അതേപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഒരുപാട് പേർക്ക് വേഗത്തിൽ നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡിഗ്രിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ട് ആണ്. അതായത് ഒരു ലോ ഡിഗ്രി അല്ലെങ്കിൽ ഒരു നിയമ ബിരുദത്തിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉള്ള ഡിഗ്രി മതിയോ, അല്ലെങ്കിൽ ഇതിന്റെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇതിന്റെ സാലറിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം മാറും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. നോക്കിയടാ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് 2024 ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതാ. നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം പ്രിലിംസ് നടന്നത് 2024 ഒക്ടോബറിൽ എന്ത് ചെയ്തു, പ്രിലിംസ് എക്സാം നടന്നു. ഇന്റർവ്യൂ 2025 ഫെബ്രുവരിയിൽ നടന്നു. 2025 ഏപ്രിൽ എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഇത്രയും വേഗത്തിലാണ് എന്താ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാമും ഇന്റർവ്യൂ മറ്റ് പ്രൊസീജിയേഴ്സ് നടക്കുക. ഈ 2025 ഏപ്രിൽ വന്ന റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പേര് ഇപ്പൊ എന്ത് ചെയ്തു, ജോലിയിലും പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ അത്രയും വേഗത്തിലാണ് എന്താ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ സംബന്ധിച്ച് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വേഗത്തിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അപ്പൊ അവസാനം വന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2025 ഏപ്രിലാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് 2027 ഏപ്രിലായിരിക്കാം. 2027 ഏപ്രിലായിരിക്കും എന്താ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മാസം മുന്നെയെങ്കിലും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ ഏകദേശം ഒരു 2026 ഡിസംബറിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2026 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിനൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയും എന്ത് ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ. നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, 2026 ഡിസംബറിൽ തന്നെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇത് പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. അതേപോലെ ഇത് നടത്തുന്നത് കേരള PSC അല്ല, നമ്മുടെ കേരള ഹൈക്കോടതി നടത്തുന്ന ഒരു എക്സാം ആണ്. അതേപോലെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേട്ടോ, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണിത്. അതേപോലെ ഇതിന്റെ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് 3 സ്റ്റേജുകളായിട്ടായിരിക്കും നടക്കുക. ഒന്ന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്ക് ഇതിനെ 3നെയും കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ദെൻ 3ാമത്തെ സ്റ്റേജ് ഒരു ഇന്റർവ്യൂ ആയിരിക്കാം. അതേപോലെ ഇതിന്റെ സാലറി എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് ആണ്. സ്റ്റാർട്ടിംഗ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 39,300 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി. അത് 83,000 വരെ എന്ത് ചെയ്യും, പോകും. ഓക്കെ, അതാണ് നമ്മുടെ അട്രാക്റ്റീവ് സാലറി പാക്കേജ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണല്ലേ, എന്താണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം, അല്ലെ എന്താണ് ഇതിന്റെ യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. വെറും ബാച്ചിലേഴ്സ് ഡിഗ്രി പോരാ, മിനിമം 50% മാർക്കോട് കൂടിയ ബിരുദം കൃത്യമായിട്ട് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. മിനിമം 50% മാർക്കോട് കൂടിയ ഒരു ബിരുദം ഉണ്ടായിരിക്കണം. അതും കേരളത്തിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലെ ഒന്നിലുള്ള എന്താണ് ഒരു ഗ്രാജുവേഷൻ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ കാര്യത്തിൽ മിനിമം മാർക്കിന്റെ പെർസെന്റേജ് ഒന്നും പറയുന്നില്ല. ഓക്കെ, എങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് ഒരു ലോ ഡിഗ്രി, അത് എവിടെ നിന്നായിരിക്കണം, ഇത് 3ഉം ഒരു കേരള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലായിരിക്കണം. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്നായിരിക്കണം എന്താ ഈ 3ഉം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് മാത്രം പോരാ, അതിൽ മിനിമം 50% മാർക്കും നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അപ്പൊ ഇതൊക്കെയാണ് എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന കാര്യം. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ ആണ് അല്ലെ. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 100 മാർക്കിനാണ് എന്താ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടത്തുക. അതിൽ ജനറൽ നോളജ് 40 മാർക്കിന്, ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കിന്, അതേപോലെ ബേസിക് മാത്സ് ആൻഡ് റീസണിംഗ് 10 മാർക്കിന്. ടോട്ടൽ 75 മിനിറ്റ് ആണ് നിങ്ങൾക്ക് സമയമുള്ളത്. 100 മാർക്കാണ് എന്താ, 100 മാർക്കിനാണ് ഒബ്ജക്റ്റീവ്
ടെസ്റ്റ് പരീക്ഷ ഉണ്ടായിരിക്കാം. അതിനകത്ത് 75 മിനിറ്റ് 100 മാർക്ക്. അതിൽ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച രീതിയിലാണ് കേട്ടോ. പക്ഷേ നെഗറ്റീവ് മാർക്കിങ്ങിൽ എന്തുണ്ടാ വ്യത്യാസമുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു തെറ്റിന് നിങ്ങൾക്ക് 0.33 മാർക്ക് ആയിരിക്കില്ല റെഡ്യൂസ് ആവുക, 0.25 മാർക്ക് എന്ത് ചെയ്യുള്ളൂ കുറയൂ. അതായത് 1/4 മാർക്ക് ആയിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് കുറഞ്ഞു വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 100 മാർക്കിനായിരിക്കും എന്ത് ചെയ്യുക പരീക്ഷ വരിക. അതേപോലെ 75 മിനിറ്റ് സമയം എന്ത് ചെയ്യും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ 3 സ്റ്റേജുകളായിട്ടാണ് അല്ലെ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇന്റർവ്യൂ. ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ മിനിമം 40% മാർക്ക് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നല്ല, നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവർ വാലുവേറ്റ് ചെയ്യത്തുള്ളൂ. ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ മിനിമം 40% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവർ വാലുവേറ്റ് ചെയ്യൂ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 75 മിനിറ്റ് സമയത്തിൽ 100 ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ, ഇംഗ്ലീഷിലായിരിക്കുവേ. ഓക്കെ, OMR ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. OMR ബേസ്ഡ് ടെസ്റ്റ് ഇംഗ്ലീഷിലായിരിക്കുവേ. ഓക്കെ, അപ്പോൾ 100 ചോദ്യങ്ങൾ 75 മിനിറ്റിൽ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്തിരിക്കണം. അതേപോലെ നെഗറ്റീവ് മാർക്ക് 0.25 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒന്ന് പ്രസേ റൈറ്റിംഗ് ഉണ്ട്. പ്രസേ റൈറ്റിംഗ്, അതേപോലെ കോംപ്രിഹെൻഷൻസ്, ഷോർട്ട് എസ്സേ, ഇതൊക്കെയാണ് എന്താ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ വരിക. അത് മൊത്തം എത്ര മാർക്കിനായിരിക്കും 60 മാർക്കിനാണ് എന്താ കടന്നു വരിക. അതേപോലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് സ്റ്റേജ് 3യിലാണ് വരിക, അതിന് 10 മാർക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ ഇതിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പരീക്ഷയുടെ രീതി എന്ന് പറയുന്നത് എന്താണ് ഇതേപോലെ ആയിരിക്കും കേട്ടോ. അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കാണും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനകത്ത് ഒന്ന് പ്രസേ റൈറ്റിംഗ് ഉണ്ട്, കോംപ്രിഹെൻഷൻസ് കടന്നു വരുന്നുണ്ട്, അതേപോലെ ഷോർട്ട് എസ്സേ. ഓക്കെ, അതിന് എത്ര മാർക്ക് വരും 60 മാർക്ക്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് എന്താ ഇന്റർവ്യൂ, അതിന് 10 മാർക്ക്. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ടത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് മിനിമം 40% മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങളുടെ എന്ത് വാലുവേറ്റ് ചെയ്യൂ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വാലുവേറ്റ് ചെയ്യും. ആ ഒരു കാര്യം എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഡിഗ്രിക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾക്ക് കടന്നു വരുന്നത് അല്ലെ. അതായത് എന്താണ് ഇത്രയും നല്ലൊരു സാലറി പാക്കേജ്, പ്രൊമോഷൻസ് അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താ നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിനെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ എന്താണ് ഡിഗ്രിക്കാർ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്തോ പഠിച്ചു തുടങ്ങിക്കോ. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അറിയാലോ ചുറ്റും ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് വളരെ പിന്നിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക ഇപ്പോഴേ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. സോ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ ഹൈക്കോർട്ട് ടെസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. അപ്പോൾ എന്ത് ചെയ്തോ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്തോ ഹൈക്കോർട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തോ പഠിച്ചു തുടങ്ങിക്കോ. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ്. ഒരിക്കലും ഡിഗ്രിക്കാരെ സംബന്ധിച്ച് ഇത് എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കാനായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ വീണ്ടും കാണാം.